അബ്ദുൽ ഖാദർ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ KV അബ്ദുൽ ഖാദർ, വോട്ടർ പട്ടിക ക്രമക്കേട് നിങ്ങൾ ഉന്നയിച്ചത് ന്യായമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ സുരേഷ് ഗോപി MP ഓഫീസിന് നേരെ നടത്തിയ ആക്രമണം അതെങ്ങനെ ന്യായീകരിക്കുവാൻ കഴിയും? എന്ത് ആക്രമണമാണ് മഞ്ജുഷ അവിടെ നടന്നത്? താങ്കൾ തന്നെ പറയൂ, എന്ത് ആക്രമണം നടന്നത്? അല്ല, അവിടെ MP ഓഫീസ് ബോർഡിൽ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുക, ചെരുപ്പ് പാല തൂക്കുക, ഇത്തരമുള്ള കാര്യങ്ങളാണ്. CPM പ്രവർത്തകൻ അതിൽ കസ്റ്റഡിയിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്തു. അല്ല, ഇതൊക്കെ ഈ സംഭവം വഴിതിരിച്ചുവിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? അവിടെ നടന്ന പ്രതിഷേധത്തില് ഒരു കരിയോയിൽ ഒഴിക്കലാണോ പ്രശ്നം? അത് ചർച്ചയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണോ? ഞാൻ ചോദിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ CPIM ഓഫീസിലേക്ക് എന്തുകൊണ്ട് മാർച്ച് നടത്തി എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചോ? രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്ന പതിവ് കേരളത്തിലില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. MP ഓഫീസിലേക്കും MLA ഓഫീസിലേക്കും മാർച്ച് നടത്തുക എന്നുള്ളത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് പൊതുസ്ഥാപനമാണ്. അതുകൊണ്ട് ആ പൊതുസ്ഥാപനങ്ങളോട് പ്രതിഷേധിക്കാൻ വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ അവകാശമുണ്ട്. അതവർ ചെയ്യും. എന്നാൽ പിന്നെ തിരിച്ച് CPM ഓഫീസിലേക്ക് മാർച്ച് നടത്താം. നാളെ ഞങ്ങൾ BJP ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളെ കാണുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളതൊരു ആയുധം കൊടുക്കലായി പോയി എന്നാണ്. കാരണം ആ വോട്ടർ പട്ടിക ക്രമക്കേട് അത് മറച്ചു വെച്ചുകൊണ്ട് അവർക്കത് മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള അവസരം ഉണ്ടായി. ആയുധം കൊടുക്കൽ എങ്ങനെ? BJP ഇങ്ങോട്ട് മാർച്ച് നടത്തിനെ കുറിച്ച് താങ്കൾ മിണ്ടുന്നില്ലല്ലോ. അല്ലല്ല, അത് BJP-ക്കാരെ കിട്ടിയാൽ തീർച്ചയായിട്ടും ചോദിക്കും അക്കാര്യം. താങ്കൾ മിണ്ടുന്നില്ല. അല്ലല്ല, മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല ശ്രീ KV അബ്ദുൽ ഖാദർ. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു, ഈ വോട്ട് ചേർക്കൽ എന്ന് പറയുന്നത് CPM പാത പിന്തുടരുകയായിരുന്നു BJP എന്ന്. പ്രതാപൻ ആദ്യം പറഞ്ഞത് അതാണ്. ഈ BLO-മാരിൽ ഒരു 90% CPM അനുകൂല ആളുകളാണ്. അപ്പോൾ അവരുടെ സ്വാധീനവും ഇക്കാര്യത്തിൽ ഉണ്ടാവും. അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം കൂടിയാണ്. ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ, ഹിയറിംഗ് സമയത്തൊക്കെ സത്യവാങ്മൂലം പരിശോധിക്കുന്നതിലും ഇതിലൊക്കെ ഉണ്ടാകുന്നു എന്ന് കോൺഗ്രസിന് തന്നെ ഇതിനകത്ത് എതിരഭിപ്രായമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേട് കൊണ്ടുവന്നത് എങ്കിൽ പോലും CPM പാത BJP പിന്തുടരുന്നു എന്നാണ് കോൺഗ്രസിന്റെ വാദം. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. പറഞ്ഞാൽ എന്തായാലും വസ്തുത പറഞ്ഞവര് തന്നെ വിശദീകരിക്കില്ല. അല്ല, അങ്ങനെയാണല്ലോ ആറ്റിങ്ങലിൽ UDF ജയിക്കാൻ കഴിഞ്ഞത്. അന്ന് സമ്പത്തും അടൂർ പ്രകാശും മത്സരിച്ച സമയത്ത്. ഈ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് തൃശ്ശൂർ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഏതെങ്കിലും ഒരു ബൂത്തിൽ 4 വോട്ട് കൂടുതൽ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. സാധാരണ നിലയിൽ ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ആ കരട് പട്ടികയിൽ ചിലപ്പോ ചില ആളുകളുടെ പേര് പോയിട്ടുണ്ടാവാം, ചില അനർഹർ വന്നിട്ടുണ്ടാവാം. അത് ഒബ്ജക്റ്റ് ചെയ്യാൻ വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അവസരമുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? കരട് പട്ടിക സമയത്ത് ഇതിൽ ആരെങ്കിലും പ്രതിഷേധമോ അല്ലെങ്കിൽ പരാതിയോ പറഞ്ഞിരുന്നോ? ഇല്ല. ഇത് അന്തിമ പട്ടിക വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇനി താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക റിവിഷൻ അതിന്റെ പ്രക്രിയ നൽകിയിരുന്നത് ടാറ്റ കൺസൾട്ടൻസിക്കായിരുന്നു. അവരാണ് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ നിർവഹിച്ചത്. അപ്പോ അത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷകളും സംവിധാനങ്ങളും ഒക്കെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ കളക്ടർ മുതൽ BLO വരെയുള്ള ആളുകളെ എല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ ഇത്രമാത്രം വോട്ടുകൾ പട്ടികയിൽ വന്നു എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സ്ഥലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരു പ്രദേശത്ത് ഒരു ബൂത്തില് ഒരു സ്കൂളില് 2 വോട്ട് അധികം വന്നാൽ ആ 2 വോട്ട് ഏതാണ് എന്ന് ആ പ്രദേശത്തെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റും. പക്ഷെ നഗരങ്ങളിൽ വലിയ അപ്പാർട്ട്മെന്റുകളിൽ ഒരൊറ്റ അപ്പാർട്ട്മെന്റിന്റെ പേരിലാണ് പൂക്കുന്നത്ത് ഏതാണ്ട് 79-80 വോട്ട് ചേർക്കപ്പെട്ടത്. അത് വലിയ തോതിൽ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തുറന്നു കാണിച്ചിരുന്നു, ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അപ്പോ ഇതെങ്ങനെ വന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടത് ഭരണകക്ഷിയാണ്, കേന്ദ്ര ഭരണകക്ഷിയാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയം മുതൽ ഇലക്ഷൻ പ്രക്രിയ വരെ ഈ ഉദ്യോഗസ്ഥര് അവരിലെ ഈ പാവം BLA എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ BLO എന്ന് പറയുന്ന ആളുകൾക്കല്ല യഥാർത്ഥത്തിൽ അതിന്റെ ചുമതലകൾ.
അപ്പോൾ ദേശീയ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനിൽ മാത്രമേ ഇങ്ങനെ കൂട്ടത്തോടെ കള്ളവോട്ട് ചേർക്കാൻ കഴിയുള്ളൂ. അതേക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവർ പ്രതികരിക്കേണ്ടത്. അതേക്കുറിച്ച് മൗനം അവലംബിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ആലത്തൂരിലെ BJPയുടെ പ്രമുഖനായ നേതാവ് ശ്രീ ഷാജി, അതുപോലെ ശ്രീ AB ഉണ്ണികൃഷ്ണൻ, ഇവരിൽ പലരും വോട്ട് ചെയ്തു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ പേരിൽ 11 പേര്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, സഹോദരൻ, കുടുംബം, ഇതൊന്നും സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടോ? ഇപ്പോ മറ്റു മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടല്ലോ, എല്ലാ പാർട്ടികളും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരെങ്കിലും അങ്ങനെ മത്സരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചേർക്കുമോ? സാധാരണ നിലയിൽ ചെയ്യാറില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ അവരുടെ സ്വന്തം വീട് നിൽക്കുന്ന ബൂത്തിൽ പോയി വോട്ട് ചെയ്യലാണ് കേരളത്തിലെ ഒരു രീതി. ഇതാദ്യമായിട്ടാണ് ഇവിടെ പല മണ്ഡലങ്ങളിൽ നിന്നും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ടർ പട്ടിക തട്ടിക്കൂട്ടിയത്. അത് ജനാധിപത്യ വ്യവസ്ഥത്തിന് കളങ്കമുണ്ടാക്കുന്ന കാര്യമാണ്. അതിലാണ് പ്രതിഷേധം. ആ പ്രതിഷേധത്തെ സംബന്ധിച്ച് ശ്രീ സുരേഷ് ഗോപി തന്റെ അഭിപ്രായം വ്യക്തമാക്കണം എന്ന നിലപാടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. ശരി, നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ.